ഈ വീഡിയോയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ നോക്കുന്നത്. അതായത് ലേബർ കോഡ്. പുതിയ ലേബർ കോഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല, പക്ഷേ നടപ്പിലാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. പല ട്രേഡ് യൂണിയനും ഇതിനെതിരെ കൊടി പൊക്കി തുടങ്ങാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. കാരണം ഇതിനകത്ത് രണ്ട് മൂന്ന് പോയിന്റ് വളരെ വളരെ വ്യക്തമായിട്ട് ഒന്ന് അലിഗേഷനാണ്. അലിഗേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ശമ്പളം കുറയും എന്നുള്ളൊരു അലിഗേഷൻ. ശമ്പളം ആരും മേടിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളത്തിൽ നിന്ന് ആരും തന്നെ പൈസ പിടിച്ച് പറിച്ച് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. പക്ഷേ ശമ്പളത്തിൽ ചെറിയൊരു കുറവ് വരും. പക്ഷെ അത് വേറൊരു രീതിയിലാണ്. അത് ഒരു ലോങ് ടേം ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു മോഡിഫിക്കേഷനാണ് അതിനകത്ത് വരുത്തുന്നത്. അതായത് പുതിയ നിയമത്തിൽ വരുത്തിയിരിക്കുന്ന ചെറിയൊരു മാറ്റം. ആ മാറ്റം കൊണ്ട് ചെറിയൊരു കുറവ് രേഖപ്പെടുത്തും. പക്ഷെ അത് നിങ്ങൾക്ക് തന്നെയാണ് ആ പൈസ. പക്ഷെ അത് ഫ്യൂച്ചറിലേക്കുള്ള ഒരു സേവിങ്സിലേക്ക് മാറും. ഇതിൽ അല്ലാതെ ശമ്പളത്തിൽ നിന്ന് കുറവൊന്നും രേഖപ്പെടുത്താൻ പോകുന്നില്ല. നിങ്ങൾക്ക് മേടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫുൾ പേ തന്നെ കിട്ടും. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് അത് കൂടാതെ ഇതിൻ്റെ പോസിറ്റീവ് സൈഡ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന നെഗറ്റീവ്സ് ഒന്ന് മെൻഷൻ ചെയ്ത് പോവാം. ഇതിനകത്ത് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കുള്ളിൽ പ്രാഥമികമായിട്ട് ഏതാണ്ട് 610 മില്യൺ എംപ്ലോയീസ് ഉണ്ട്. ഈ 610 മില്യൺ എംപ്ലോയീസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കാറ്റഗറിയിൽ ഇതിനെ പെടുത്താം. ഇതിൽ ഒന്ന് ഫോർമൽ എംപ്ലോയീസ്, പിന്നെ ഒന്ന് ഇൻഫോർമൽ എംപ്ലോയീസ്. ഈ ഫോർമൽ എംപ്ലോയീസ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഉള്ളത്. ഇൻഫോർമൽ എംപ്ലോയീസ് ആണ് ഏറ്റവും കൂടുതൽ. അത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50% അല്ലെങ്കിൽ 60% എന്ന് നിങ്ങൾക്ക് തോന്നാം. അങ്ങനെയല്ല. ഈ 610 മില്യണിലും 597 മില്യൺ എംപ്ലോയീസ് ഇൻഫോർമലാണ്. ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് കോൺട്രാക്ട് ഉണ്ടാവില്ല, പ്രോപ്പറായിട്ട് അവർക്ക് യൂണിഫോം ഉണ്ടാവില്ല, പ്രോപ്പറായിട്ട് അവർക്ക് വർക്ക് പെർമിറ്റ് ഉണ്ടാവില്ല. അതായത് ജസ്റ്റ് വാക്കാൽ ഉറപ്പിച്ചാൽ നാളെ തൊട്ട് ജോലിക്ക് വന്നോ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പലചരക്ക് കടയിൽ പോയിട്ട് സാധനം എടുത്ത് കൊടുക്കാൻ പണിയെടുക്കുന്ന പോലെ തന്നെയാണ് ആ ഒരു പരിപാടി. പക്ഷേ പലചരക്ക് കട ഒരു സ്ഥാപനമാണ്, അവർക്ക് രജിസ്ട്രേഷൻ ഉണ്ട്. പക്ഷേ ആ പലചരക്ക് കടയിൽ സാധനം എടുത്ത് കൊടുക്കുന്നവന് രജിസ്ട്രേഷനും ഇല്ല, അവന് എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഇല്ല, അവന് ഒന്നുമില്ല. അതായത് ആ തൊഴിലാളിയെ എപ്പോൾ വേണമെങ്കിലും പറഞ്ഞു വിടാം എന്നുള്ള രീതിയിലുള്ള ഒരു ഭീഷണി നിലനിർത്തിക്കൊണ്ടാണ് ഈ പണി ഇങ്ങനെ തുടർന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു നിയമത്തിന് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ഇപ്പോൾ 597 മില്യൺ എംപ്ലോയീസ് ഇൻഫോർമൽ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് രണ്ടിനെയും കൊലാബറേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു 610 മില്യൺ എംപ്ലോയീസിനെ ഇന്ത്യൻ ഗവൺമെന്റ് കൊലാബറേറ്റ് ചെയ്ത് അവരെ എല്ലാം ഫോർമൽ എംപ്ലോയീസ് ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതെല്ലാം മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത വളരെ കുറവാണ്. പക്ഷേ മെജോറിറ്റി നമുക്ക് സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ് ഓരോ ഇന്ത്യൻ സിറ്റിസനും അല്ലെങ്കിൽ ഇന്ത്യക്കുള്ളിൽ കച്ചവടം നടത്തുന്ന ഓരോ മുതലാളിയും. അപ്പോൾ അതുകൊണ്ട് ഈ തൊഴിലാളികൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യസമയത്ത് അത് പ്രൊവൈഡ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഈ നിയമം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ തൊഴിൽ ആക്ടുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏതാണ്ട് 29ഓളം ആക്ടുകളുണ്ട് ഇതിനു മുമ്പ്. 1947 മുതലേ ഇവിടെ തൊഴിൽ നിയമങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പല വിധങ്ങളിൽ പല മോഡലുകളിൽ ഇവിടെ അപ്ലൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഫാക്ടറി നിയമമുണ്ട്, വേജസ് പ്രൊട്ടക്ഷൻ്റെ നിയമങ്ങളുണ്ട്, അതേപോലെ തൊഴിൽ നിയമങ്ങൾ എന്ന് പറഞ്ഞ് വേറെയുണ്ട്. അപ്പോൾ ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലായിട്ട് പല ഏരിയ കേന്ദ്രീകരിച്ചാണ് ഈ നിയമങ്ങൾ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് ഏതാണ്ട് 27-28ഓളം റിഫോർമേഷൻ കൊണ്ടുവന്ന നിയമവ്യവസ്ഥയാണ് ഇന്ത്യക്കുള്ളിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി അവൻ്റെ അവകാശം നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കോടതി ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും കേസ് നിലനിൽക്കാറില്ല. അതിനോടനുബന്ധിച്ച് തന്നെ ചിലപ്പോൾ അവന് അങ്ങനെ അഥവാ അവൻ്റെ കേസ് വിജയിക്കുന്നുവെങ്കിലും അവന് അർഹതപ്പെട്ട ആ ഒരു റെമ്യൂണറേഷനോ അല്ലെങ്കിൽ ആ നഷ്ടപരിഹാരമോ കിട്ടാറില്ല. വിജയിച്ചു അത്ര തന്നെ, പക്ഷെ അതുകൊണ്ടുള്ള ഗുണമൊന്നും കിട്ടാറില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രീതിയിൽ, ഒരു സേഫ്റ്റി ഇല്ലാത്ത മാനറിലാണ്, അതായത് ഒരു ലേബർ ലോ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത രീതിയിലാണ് ഇന്ത്യയുടെ മെജോറിറ്റി എംപ്ലോയീസ് ബൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു അറുതി കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് ഈ നിയമം കൊണ്ടുവരുന്നതെങ്കിലും ഇതിനകത്ത് ഗവൺമെന്റിന് ഗുണപരമായിട്ടുള്ള 2-3 വിഷയങ്ങളൊക്കെ ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇപ്പം ഇതിനകത്ത് നിങ്ങൾ നോക്കൂ, സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ പോലത്തെ കമ്പനികളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ യുവാക്കൾ ഇപ്പോൾ പെട്ടെന്ന് ജോലിക്ക് എത്തിപ്പെടുന്നത് ആ മേഖലയിലാണ്. നിങ്ങൾ വിദ്യാഭ്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ പരിശോധനയൊന്നും വേണ്ട. 2 വീലർ ഓടിക്കാൻ അറിയുന്നെങ്കിൽ, പ്രോപ്പർ ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇന്ത്യക്കുള്ളിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള മാസീവായിട്ടുള്ള ഒരു കൂട്ടം തൊഴിലാളികളുണ്ട്. അത് മാത്രമല്ലാതെ മീഡിയ മേഖല, അതായത് സിനിമാ ഫീൽഡിലായാലും അതേപോലെ വിഷ്വൽ മീഡിയ കമ്മ്യൂണിക്കേഷൻസ് എല്ലാത്തിലും, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇപ്പം ഈ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് കമ്പനി ഉണ്ടെങ്കിൽ വെച്ചോ, സോഷ്യൽ മീഡിയ രജിസ്റ്റേർഡ് കമ്പനി, അതിനകത്ത് റിപ്പോർട്ടേഴ്സായിട്ട് പോകുന്ന ആൾക്കാർ, ഇവർക്കെല്ലാം ഇനി പ്രോപ്പറായിട്ടുള്ള ലേബർ കോൺട്രാക്ട് വേണം എന്നാണ് ഈ നിയമം പറയുന്നത്. ഈ ലേബർ കോൺട്രാക്ട് കൊടുക്കുന്നതിന് മുമ്പേ ഒരു തൊഴിലാളിയെ ഹയർ ചെയ്യുന്നതിന് മുമ്പ് ആ തൊഴിലാളിക്ക് ഓഫർ ലെറ്റർ കൊടുക്കുക. ആ ഓഫർ ലെറ്ററിൽ A to Z കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം. പേര് തെറ്റില്ലാതെ മെൻഷൻ ചെയ്തിരിക്കണം. അതിൻ്റെ ഉള്ളിൽ എത്ര രൂപയാണ് അവൻ്റെ ശമ്പളം, എത്ര രൂപയാണ് അവന് അലവൻസ്, എത്ര മണിക്കൂറാണ് ഡ്യൂട്ടി ചെയ്യേണ്ടത്, അവൻ്റെ ഓഫ് ഡേ എന്താണ്, അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത്, ഇതുമായിട്ട് ബന്ധപ്പെട്ട സകല സംവിധാനങ്ങളും എഴുതി പിടിപ്പിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയ ഒരു ഓഫർ ലെറ്റർ കൊടുക്കണം എന്നാണ് ഇപ്പോൾ ഈ നിയമം പറയുന്നത്. നല്ല കാര്യമാണ്. ഇപ്പം ഇതിനകത്ത് തെങ്ങേറ്റക്കാരനും പിന്നെ വാഴ മുറിക്കാൻ പോകുന്നവരൊക്കെ ഇപ്പോൾ ഇതിനകത്ത് പെടുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഇതേപോലെ ഈ സ്വിഗ്ഗി, സൊമാറ്റോ പോലത്തെ ഇമാതിരിയുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ, ഈ കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് റീറ്റെയിൽ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇത് ബാധകമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ ആ രീതിയിൽ ഇന്ത്യക്കുള്ളിൽ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഈ സിസ്റ്റത്തിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇത് ഗുണം ചെയ്യും. എന്താ വെച്ചാൽ ഇത് അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരികയാണ്. അപ്പോൾ ഒരാൾക്ക് എത്ര ശമ്പളം കിട്ടുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് വിലയിരുത്തി പോകാനുള്ള ഒരു മെഷർമെന്റ് ടൂളും കൂടിയാണിത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം GDP കുറിച്ചൊക്കെ പലരും വാദോരാതെ സംസാരിക്കുന്നുണ്ട്. അതായത് പെർ ക്യാപിറ്റ GDP. ഈ പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത് ഓവറോൾ ഗ്രോത്ത് മെഷർ ചെയ്തുകൊണ്ടുള്ള പോപ്പുലേഷൻ അനുസരിച്ച് ഡോക്യുമെന്റ് ബേസിസിൽ ഉണ്ടാക്കുന്ന ഒരു ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫിഗറാണ് ഈ GDP, പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ പെർ ക്യാപിറ്റ GDP എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ഇത്ര രൂപ വരുമാനം എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത് സിഗ്നിഫിക്കൻ്റ്ലി വളരെ വളരെ ചെറിയ തോതിൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയമാണ്. കാരണം എന്താണ്? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. പെർ ക്യാപിറ്റ GDP ഇന്ത്യയിൽ എത്രയാണ്? ഏതാണ്ട് $2800 പെർ ക്യാപ്. ഒരു ഇന്ത്യൻ പൗരന് $2800 ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർ ക്യാപിറ്റ GDP എന്ന് പറയും. അപ്പോൾ അതായത് ഒരു ഇന്ത്യൻ പൗരന് $2800. അപ്പോൾ ഒരു $1 വില എത്രയാണ്? 88 പോയിന്റ് സംതിങ് ആണ് ഇന്നത്തെ ഒരു റേറ്റ് അനുസരിച്ച്. അപ്പോൾ $2800 നിങ്ങൾ 88 കൊണ്ട് ഗുണിച്ച് നോക്കൂ. ഏതാണ്ട് 2 ലക്ഷത്തിലധികം തുക വരുന്നുണ്ട്. അതാണോ ഒരു ഇന്ത്യക്കാരൻ്റെ വരുമാനം? ഓരോ ഇന്ത്യക്കാരനും 2 ലക്ഷം രൂപ വീട്ടിലെത്തുന്നുണ്ടോ? അപ്പോൾ അതായത് ഈ പെർ ക്യാപിറ്റ GDP എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാദവരാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേണമെങ്കിൽ ഒരു വീഡിയോ ഇടാം. നമ്മൾ ഇതിന് മുമ്പ് തന്നെ പലപ്പോഴും ഈ വിഷയം നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇന്ത്യയുടെ ഓവറോൾ എക്കണോമിക് GDP കുറിച്ച് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ പെർ ക്യാപിറ്റ GDP അതേപോലെ തന്നെ കറൻസി മൂല്യം ഇതിനേക്ക് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. ഈ കറൻസി മൂല്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ റിസർവ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് കറൻസി എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ആ മേഖലയെ എടുത്തുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ഒരു ക്വാർട്ടറിൽ മൊത്തം നമ്മൾ നടത്തിയ കച്ചവടവുമായിട്ട് താരതമ്യം ചെയ്ത് സംസാരിക്കരുത്. അത് രണ്ടും തമ്മിൽ മിസ്മാച്ചിങ് ആണ്. അപ്പം ഇങ്ങനെ പല വിഷയങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം എന്തായാലും ഔട്ട് ഓഫ് സിലബസ് പോകുന്നില്ല. ഇപ്പം നിലവിൽ നമ്മൾ ഈ ഒരു ലേബർ ലോയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇതിനകത്ത് പെർമനന്റ് എംപ്ലോയീസിന് അവർക്ക് ഓൾറെഡി തന്നെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേതെന്ന് വെച്ചാൽ ഫ്രീലാൻസർ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഡെലിവറി ബോയ്സ് ഉണ്ടല്ലോ, അവർ സ്വിഗ്ഗിക്കും അവർ ഡെലിവറി ചെയ്യും, സൊമാറ്റോയ്ക്കും അവർ ഡെലിവറി ചെയ്യും. അതേ ഡെലിവറി ബോയ് മീഷോയ്ക്കും അവർ ഡെലിവറി ചെയ്യും, അതേപോലെ ഫ്ലിപ്കാർട്ടിനും ഡെലിവറി ചെയ്യും. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ അയാൾ ഒരു ഫ്രീലാൻസർ ആണ്. അല്ലാതെ ഫ്രീലാൻസർ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ വീട്ടിലിരുന്ന് എന്തെങ്കിലും എഴുതി കുറിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഇങ്ങനെയുള്ള ഫ്രീലാൻസറുകൾ, അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രീലാൻസറുകളെല്ലാം തന്നെ ബൗണ്ട് ചെയ്ത് കൊണ്ടുവരാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം തന്നെ ഒരു ബേസിക് സാലറി ഗവൺമെന്റ് നിർദ്ദേശിക്കും. അതായത് ഒരു ഫ്രീലാൻസർ, അതായത് ഇങ്ങനെ ഒരു ഡെലിവറി ബോയ്ക്ക് അയാൾക്ക് കൊടുക്കേണ്ട ശമ്പളം ഇത്രയാണെന്നുള്ളത് ഗവൺമെന്റ് പറയും. അപ്പോൾ ആ ഒരു റൂൾ അനുസരിച്ചുള്ള സാലറി വേണം ഈ ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്യാൻ. ഈ ഓഫർ ലെറ്ററിൽ മെൻഷൻ ചെയ്താൽ മാത്രം പോരാ, അത് കൊടുക്കുകയും വേണം. അത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫ്രീലാൻസർ വർക്ക് ചെയ്യുന്ന ഈ ഡെലിവറി ബോയ്ക്ക് കോടതിയെ സമീപിക്കാനുള്ള റൈറ്റ് കൊടുക്കുന്നതാണ് ഈ നിയമം. അപ്പോൾ നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്, വളരെ നല്ലതാണ്. അതേപോലെ ഓവർ ടൈമുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇതിനകത്ത് കുറേ നിർദ്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. ഓവർ ടൈം ഇതിനു മുമ്പ് ആണുങ്ങളാണ് ഈ ലേറ്റ് നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ ഇനി സ്ത്രീകൾക്കും കൂടി ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. പല കമ്പനികളും ഇതിനു മുമ്പ് സ്ത്രീകൾക്ക് നൈറ്റ് ഡ്യൂട്ടി ചെയ്യാനുള്ള പെർമിഷൻ ഇന്ത്യൻ ലോയിൽ ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ അതൊക്കെ പല ഹോസ്പിറ്റലുകളായിക്കോട്ടെ പല കമ്പനികൾ മിസ്യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ നിയമം വരുന്നതോടുകൂടി അതിനൊക്കെ ലീഗൽ റൈറ്റ് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് പെണ്ണുങ്ങൾക്കും ഇപ്പം ഓവർ ടൈം ഒക്കെ ചെയ്യാം. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ നിയമങ്ങളൊക്കെ ഇപ്പോൾ ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വർക്കിംഗ് കണ്ടീഷൻ, വർക്കിംഗ് അവേഴ്സ്, സാലറി, അതേപോലെ വെക്കേഷൻ, അവരുടെ സിക്ക് ലീവ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ റൈറ്റ് ഇപ്പോൾ ഇതിനകത്ത് ഇൻബൗണ്ട് ചെയ്തുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന മാതൃകയിൽ ലേബർ കോഡ് വരുന്നത്. ഇതിനു മുമ്പ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്, അതായത് നിങ്ങൾ ജോലി വിരമിക്കുന്ന സമയത്ത് ഗ്രാറ്റുവിറ്റി കിട്ടുമല്ലോ. അപ്പോൾ ഈ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് ഇതിനു മുമ്പ് ഇന്ത്യയിൽ 5 വർഷം ഒരു കമ്പനിയിൽ എംപ്ലോയ്മെന്റ് പൂർത്തിയാക്കുന്ന ആൾക്കാണ് ഗ്രാറ്റുവിറ്റി എലിജിബിലിറ്റി കിട്ടുക. പക്ഷേ ആ സാഹചര്യത്തിൽ ഇപ്പോൾ ഈ നിയമം പറയുന്നത് 1 ഇയർ പൂർത്തിയാക്കിയാൽ മതി. ഒരു കമ്പനിയിൽ 1 ഇയർ ജോലി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ ഗ്രാറ്റുവിറ്റിക്ക് അർഹനാണെന്നാണ് പറയുന്നത്. അപ്പം ഇത്രയൊക്കെ ഗുണപരമായിട്ടുള്ള ഒരു നിയമം വരുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ട്രേഡ് യൂണിയൻ ഇതിനെ എതിർക്കുന്നത്? അപ്പോൾ ഇവിടെയാണ് ചില നെഗറ്റീവ് പോയിന്റുകൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് പോയിന്റ് ആയിട്ട് ട്രേഡ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളികളുടെ സംഘടനയിൽപ്പെട്ട ആൾക്കാർ ഇതിനെ ഇങ്ങനെയാണ് കാണുന്നത്, നെഗറ്റീവായിട്ട് കാണുന്നുണ്ട്. ഇതിൽ നെഗറ്റീവായിട്ട് അവർ ആദ്യമേ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ലോ വന്നു കഴിഞ്ഞാൽ കമ്പനികൾക്ക് ഏറ്റവും കൂടുതൽ ഒരു ഡോമിനേഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ നിയമം എന്നാണ് ഇവർ ആദ്യമായിട്ട് പറഞ്ഞു വെക്കുന്നത്. അതായത് കമ്പനിക്കാണ് ഏറ്റവും കൂടുതൽ ഡോമിനേഷൻ, തൊഴിലാളിക്ക് ഡോമിനേഷൻ ഇല്ല. അതായത് ലേബർ കോഡ് എന്ന് പറയുന്നെങ്കിലും ഇത് ലേബറിന് ഒരു രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ല, ഇത് കമ്പനിക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് എന്നാണ് ആദ്യത്തെ ആരോപണം. ഇതിനു മുമ്പ് 100 എംപ്ലോയീസിന് താഴെ മാത്രം ക്യാരി ചെയ്യുന്ന ഒരു കമ്പനിക്ക് അവർക്ക് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കാതെ അവർക്ക് എംപ്ലോയീസിനെ പിരിച്ചുവിടാം, കമ്പനി അടച്ചുപൂട്ടാം, ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ശരിക്കും 230 എംപ്ലോയി ആയിട്ട് അതിനെ ഉയർത്തിയിട്ടുണ്ട്. അതായത് 230 എംപ്ലോയി ഉണ്ടെങ്കിലും ആ കമ്പനിക്ക് ഇതേപോലെയുള്ള ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് 230 എംപ്ലോയി ഉള്ള മാസീവ് ആയിട്ടുള്ള കമ്പനി, 230 എന്ന് പറയുമ്പോൾ താരതമ്യേന നല്ല വലിയൊരു കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിക്ക് പോലും ഞങ്ങൾ പാപ്പരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മാസം ശമ്പളം കൊടുക്കാൻ കഴിയില്ല, ഞങ്ങളുടെ കമ്പനി അടച്ചു പൂട്ടി പിരിച്ചുവിടുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകാൻ പറ്റും. അവർക്ക് ഒരു രീതിയിലുള്ള പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതിനു മുമ്പ് 100 എംപ്ലോയീസിനെ മാത്രം ക്യാരി ചെയ്തിരുന്ന ചെറുകിട കമ്പനികൾ ചെയ്തിരുന്ന ആ ഒരു ആനുകൂല്യം ഇപ്പം
230 എംപ്ലോയീസിനെ ക്യാരി ചെയ്യുന്ന വലിയ കമ്പനികൾക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പം ഇതിന്റെ ഒരു പോരായ്മയായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു വീഴ്ചയാണ്. ശരിക്കും ഇത് കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള ഡോമിനേഷൻ കൊടുക്കുന്നു. അതായത് എംപ്ലോയീസിനെ അടിമപ്പണി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു നിയമമാണ് ഇതെന്നാണ് അവർ പറയുന്നത്. ഒരു കാരണം കാണിക്കൽ നോട്ടീസ് ഒന്നും കൊടുക്കേണ്ട, അവർക്ക് പിരിച്ചുവിടാം, അതാണ് പറയുന്നത്. എന്നിട്ട് കമ്പനി നഷ്ടക്കച്ചവടമായി. എന്തിനു ഭേദം കമ്പനിയെ പൂട്ടുന്നത്? അതായത് ഒരു പകുതി എംപ്ലോയീസിനെ അവർക്ക് ലേ ഓഫ് ചെയ്യാൻ പറ്റും. ഒരു കാരണം കാണിക്കേണ്ട, ഞങ്ങൾക്ക് നഷ്ടമാണെന്നുള്ളൊരു കണക്ക് മാത്രം കാണിച്ചാൽ മതി. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എംപ്ലോയീസിന്റെ റൈറ്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതല്ല. അതായത് ആ 100 എന്നുള്ളത് 100-ൽ തന്നെ നിന്നാൽ മതിയായിരുന്നു. എന്തിനാണ് 230 ഉള്ള വലിയ കമ്പനികൾക്കൊക്കെ ഈ ആനുകൂല്യം കൊടുക്കുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത്, ഈ ട്രേഡ് യൂണിയൻകാർ. അതുപോലെ ഈ 230 എംപ്ലോയീസിനെ വെച്ചിരിക്കുന്ന ഈ ഭീമമായ കമ്പനികൾക്ക് ഇവർക്ക് സാലറി പെൻഡിങ്ങിൽ ഇടാൻ പറ്റും. ഈ സാലറി ചോദിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള തർക്കം ഉടലെടുക്കാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കുന്നു. നിരന്തരം ട്രേഡ് യൂണിയൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്താനും അതുപോലെ തന്നെ ചൂഷണത്തിന് ഇരയാവേണ്ട സാഹചര്യം അവിടെ വരികയാണ് എംപ്ലോയി ഈ സാലറി കിട്ടാത്ത അവസ്ഥയിൽ. അപ്പോൾ ഇത് 24/7 മീഡിയേഷനുമായിട്ട് നടക്കേണ്ട സാഹചര്യമാണ്. അതുപോലെ തന്നെ ഈ വൻകിട കമ്പനികൾ അവർക്ക് നഷ്ടം വരുമ്പോൾ അവരെന്ത് ചെയ്യുക വെച്ചാൽ കമ്പനിയെ ചുരുക്കും. കമ്പനി ചുരുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ ഒരു പുതിയ കമ്പനി ലോഞ്ച് ചെയ്യുക, എന്നിട്ട് ഈ കമ്പനി 230 എംപ്ലോയീസ് ഉള്ള ഈ വലിയ കമ്പനി ഡിസോൾവ് ചെയ്യുക, എന്നിട്ട് കുറച്ച് എംപ്ലോയീസുമായിട്ട് ഇവർ പുതിയൊരു കമ്പനി തുടങ്ങും. അപ്പോൾ അതായത് ഒരു 5 വർഷം കമ്പനി നടത്തുക, എന്നിട്ട് പുതിയ കമ്പനി തുടങ്ങുക, പിന്നെ ഒരു 5 വർഷം കമ്പനി നടത്തുക, പുതിയ കമ്പനി തുടങ്ങുക. അപ്പോൾ ഈ രീതിയിൽ ഒരു ചെയിൻ ഓഫ് ആക്ടിവിറ്റി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ ഇതിനകത്ത് എംപ്ലോയി ആണ് ദുരിതം അനുഭവിക്കുന്നത്. കാരണം ഈ കമ്പനി അടച്ചു പൂട്ടുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ അത് കൊടുക്കേണ്ട, പെൻഡിങ്ങിൽ കിടക്കുന്ന ശമ്പളം അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ കുടിശ്ശികയൊന്നും അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ അവർക്ക് ബാങ്കിൽ ഞങ്ങൾ പാപ്പരാണെന്ന് പ്രഖ്യാപിച്ചിട്ട് അവർക്ക് പുതിയ കമ്പനി പുതിയ പേരിൽ മക്കളുടെ പേരിലോ ഭാര്യയുടെ പേരിലോ വേറെ ആരെങ്കിലും ബിനാമിയുടെ പേരിലോ അവർക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാം. ഇത് ഒരു സാഹചര്യമായിട്ട് ഇവിടെ ലൂപ്പ് ഹോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതുപോലെ സ്ട്രൈക്ക് റൂൾസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്ക് റൂൾസ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പാണെങ്കിൽ ഒരു കമ്പനിയിലുള്ള ട്രേഡ് യൂണിയൻ ഞങ്ങൾ സ്ട്രൈക്ക് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ, പണിമുടക്ക് പ്രഖ്യാപിക്കുന്നുവെങ്കിൽ 15 ദിവസത്തിന് മുമ്പ് നോട്ടീസ് കൊടുത്താൽ മതി കമ്പനിക്ക്. പക്ഷേ ഇപ്പോൾ ആ ഒരു നിയമം ഭേദഗതി വരുത്തിക്കൊണ്ട് 60 ദിവസത്തെ നോട്ടീസ്, അഡ്വാൻസ് നോട്ടീസ് കൊടുക്കണം. 60 ഡേയ്സ് പ്രയർ നോട്ടീസ് കൊടുത്തിട്ട് മാത്രമേ നമുക്ക് സ്ട്രൈക്ക് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ, പണിമുടക്ക് പ്രഖ്യാപിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതായത് 60 ദിവസത്തെ ടൈം. അപ്പോൾ അതിനകത്ത് ഒരുപാട് ടൈം ലൈൻ ഉണ്ട്. അപ്പോൾ അത് ഒരു ലീഗൽ കോസിന് വേണ്ടിയിട്ടാണ് ഒരു സമരം അഥവാ ഒരു പണിമുടക്ക് പ്രഖ്യാപിക്കുന്നത് എങ്കിൽ ആ ലീഗൽ കോസ് നശിച്ച് അതിന് ഒരു രീതിയിലുള്ള തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യം വരെ സൃഷ്ടിക്കും ഈ 60 ദിവസത്തെ ഗ്യാപ്പ്. ചില കാര്യങ്ങൾക്ക് ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് പ്രതികരിക്കേണ്ടി വരും. അപ്പോൾ ആ സാഹചര്യത്തിൽ 60 ദിവസത്തെ ഗ്യാപ്പ് നോക്കി കഴിഞ്ഞാൽ ആ കോസ് എന്താണോ അത് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് തള്ളിവിടും എംപ്ലോയീസിനെ. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ട്രേഡ് യൂണിയൻ ഈ ഒരു നിയമത്തിൽ ചില ഭേദഗതികൾ വേണം എന്നുള്ള രീതിയിൽ ഇവർ എതിർ സ്വരവുമായിട്ട് വന്നിരിക്കുന്നത്. ഇത് ഗവൺമെന്റ് പരിഗണിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ നിലവിൽ ലേബർ കോഡിന്റെ ഡ്രാഫ്റ്റ് അനുസരിച്ച് ഇതാണ് അതിൽ പറയുന്ന പോയിന്റുകൾ. പല കമ്പനികളിലും സ്ട്രൈക്ക് അങ്ങനെ ഇമീഡിയറ്റ് ആയിട്ട് പെർമിഷൻ കൊടുക്കാറില്ല. അപ്പോൾ ഇതിനു മുമ്പ് 15 ദിവസത്തിന് മുമ്പ് തന്നെ സ്ട്രൈക്ക് തുടങ്ങണമെന്നുണ്ടെങ്കിൽ എംപ്ലോയീസ് ഒക്കെ എന്താണ് ചെയ്യാന്ന് പറഞ്ഞാൽ അവർ 50% ആൾക്കാർ ലീവ് എടുക്കും. സിക്ക് ലീവ്, ആ ലീവ്, ഈ ലീവ് എന്ന് പറഞ്ഞാൽ ലീവ് എഴുതിയിട്ട് എടുക്കും. അപ്പോൾ ഇപ്പം ഈ ഒരു നിയമത്തിൽ ഒരു പോയിന്റ് കൊണ്ടുവന്നിരിക്കുന്നത് 50% തൊഴിലാളികൾ ഒരുമിച്ച് ലീവ് എടുക്കുന്നെങ്കിൽ അതിനെ പണിമുടക്കായിട്ട് കൺസിഡർ ചെയ്യും. അതിനെതിരെ തൊഴിലുടമയ്ക്ക് കേസ് കൊടുക്കാം കോടതിയിൽ. അങ്ങനെ കേസ് കൊടുക്കുമ്പോൾ ഈ പണിമുടക്കിയ എംപ്ലോയീസ് എല്ലാം തന്നെ ഇതിന് മുമ്പ് ഉള്ള നിയമം അനുസരിച്ച് 5 രൂപ അടച്ചാൽ മതി പെർ ഡേ. പക്ഷേ ഇപ്പം 10,000 രൂപ അടയ്ക്കണം ഒരു ദിവസത്തെ പണിമുടക്കിന്. അതായത് ഇങ്ങനെ ഈ രീതിയിൽ പണിമുടക്കി കഴിഞ്ഞാൽ ഒരു ദിവസം 10,000 രൂപ പിഴ ഈടാക്കാനുള്ള വകുപ്പ് ഇപ്പോൾ ഈ നിയമത്തിലുണ്ട്. 5 രൂപ 10,000 രൂപയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇതുകൊണ്ടാണ് അവർ പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ തൊഴിലുടമയെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ നിയമം വന്നിരിക്കുന്നത്. ഇത് ലേബറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു വാദം ഉന്നയിക്കുന്നതിന് ഇന്ന കാരണങ്ങളാണ് ഇവർ നിരത്തുന്നത്. ഇതിനകത്ത് ബേസിക് ആയിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അത് കൃത്യമായിട്ട് ട്രേഡ് യൂണിയനെ തന്നെ കണ്ടംപ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഒരു പോയിന്റ്. എന്താണെന്ന് പറഞ്ഞാൽ അതായത് ഈ തൊഴിലുടമയ്ക്ക് അവരുടെ കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള പെർമിഷനും കൂടി, ആ റൈറ്റും കൂടി ഈ നിയമം കൊടുക്കുന്നുണ്ട്. അതായത് ആ തൊഴിലുടമയ്ക്ക് എൻ്റെ കമ്പനിയിൽ ട്രേഡ് യൂണിയൻ വേണ്ട എന്ന് പറഞ്ഞുള്ള തീരുമാനം എടുക്കാം. ആ ട്രേഡ് യൂണിയനെ തന്നെ പിരിച്ചുവിടാനുള്ള റൈറ്റ് ഈ തൊഴിലുടമയ്ക്ക് നൽകുന്ന രീതിയിലാണ് ഈ നിയമം ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇത് മൾട്ടിപ്പിൾ ടൈം ഡിസ്കസ് ചെയ്ത് ഇന്ത്യയിൽ ഒട്ടാകെ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയൻസിനെ എല്ലാം വിളിച്ചു വരുത്തി അവരുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്താൽ മാത്രമേ ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ നിയമത്തിൽ കുറേ പോസിറ്റീവ് പോയിന്റ്സ് ഉണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചിരുന്നത്. അതായത് ഫോർമൽ എംപ്ലോയി, ഇൻഫോർമൽ എംപ്ലോയി. അപ്പോൾ ഈ ഇൻഫോർമൽ എംപ്ലോയിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യയിലുള്ള മേജർ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഇൻഫോർമൽ എംപ്ലോയീസിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ലോ ആണ്. അപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ താല്പര്യം. പക്ഷേ ഇതിനകത്ത് കുറച്ച് റിഫോർമേഷൻസ് വരുത്തേണ്ടതുണ്ട്. അതായത് ചില നെഗോസിയേഷൻ വരുത്തിക്കൊണ്ട് ഈ നിയമം ഇംപ്ലിമെന്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ ശമ്പളം കുറയുമോ എന്നുള്ളൊരു ഡൗട്ട്, അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞു വെച്ചത്. അപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്ത് നിയമം പറയുന്നത് ശരിക്കും ബേസിക് സാലറി ഇത്രയാവണം എന്നുള്ളത് ഗവൺമെന്റ് പറയും ഓരോ ജോലിക്കും. അതിനനുസരിച്ചുള്ള ബേസിക് സാലറി കൊടുക്കണം. അല്ലാതെ എനിക്ക് തോന്നുന്ന മാതിരി ഞാൻ 500 കൊടുക്കാം, 100 കൊടുക്കാം, 200 കൊടുക്കാം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബേസിക് വേജസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. അതിലുപരിയായിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു 50,000 രൂപ ശമ്പളം മേടിക്കുന്നു വെച്ചോ.
ഈ 50,000 ശമ്പളത്തിൽ ഈ ഫോർമൽ എംപ്ലോയീസിന്റെ കോൺട്രാക്ട് പ്രകാരം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിലവിൽ അതിലൊരു ചെറിയ തുകയായിരിക്കും, ഒരു 10,000 രൂപയായിരിക്കും ബേസിക് സാലറി ആയിട്ട് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ള ഒരു 30-35,000 രൂപ എല്ലാം തന്നെ അതർ അലവൻസസ് അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങളിലായിരിക്കും ഇത് പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ PF കട്ട് ചെയ്യുന്നത്, ഈ പ്രൊവിഡന്റ് ഫണ്ടിന് വേണ്ടിയിട്ടും പെൻഷന് വേണ്ടിയിട്ടുള്ള കട്ട് നടക്കുന്നത് ശരിക്കും ഈ ബേസിക് സാലറിയുടെ ബേസിസിലാണ്. അതേപോലെ ഓവർ ടൈം വർക്ക് ചെയ്യുമ്പോഴും ഈ ബേസിക് സാലറി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നത്, ഓവർ ടൈമിന്റെ ആ ഒരു കൂലി കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ സൗകര്യപൂർവ്വം ഈ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ആൾക്കാർ മറക്കുന്നുണ്ട്. അപ്പോൾ അത് മറന്നിട്ടാണ് ഇവിടെ നമുക്ക് സാലറിയിൽ കുറവ് രേഖപ്പെടുത്തുന്നുള്ള ഒരു വ്യാജ പ്രചരണം നടക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ബേസിക് സാലറിയുടെ ബേസിസിലാണല്ലോ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ, അതായത് PF പോലെ തന്നെ പെൻഷൻ ഫണ്ട് ഇതെല്ലാം പിടിക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഭേദഗതി എന്ന് പറഞ്ഞാൽ ഈ ബേസിക് സാലറി 50% കുറയാതെ വെക്കണം. ഒരാളുടെ ശമ്പളം 50,000 രൂപയാണെന്നുണ്ടെങ്കിൽ 25,000 രൂപ ബേസിക് സാലറി അവിടെ നിങ്ങൾ മാർക്ക് ചെയ്യണം. അപ്പോൾ ബേസിക് സാലറി 25,000 കുറയാൻ പാടില്ല, അതാണ് നിയമം. അത് 10,000 മേടിക്കുന്നെങ്കിൽ 5,000 ബേസിക് സാലറി, 20,000 ശമ്പളമാണെന്നുണ്ടെങ്കിൽ 10,000 ബേസിക് സാലറി വെക്കേണ്ട നിർബന്ധിത ഘട്ടത്തിലേക്ക് കമ്പനികൾ തള്ളപ്പെടുകയാണ്. പല കമ്പനികളും ഈ എംപ്ലോയീസിനെ ഹയർ ചെയ്ത് അവരുടെ പേപ്പർ വർക്ക്സും ഡോക്യുമെന്റേഷൻസിനും ESI PF ഇമാതിരിയുള്ള നൂലാമാലകൾക്കൊക്കെ ഇറങ്ങിത്തിരിക്കാൻ വയ്യാഞ്ഞിട്ട് ശമ്പളത്തിന് ഒരു എംപ്ലോയിയെ വെച്ച് ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് ഡോക്യുമെന്റേഷൻ ചെയ്യുന്നത് വരെ അഡീഷണൽ ചെലവാണെന്ന് കരുതി ഒഴിവാക്കുന്ന പല കമ്പനികളുണ്ട്. ആ കമ്പനികൾക്കൊക്കെ കിട്ടുന്ന ഒരു പണിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഇനി എല്ലാം തന്നെ ഡോക്യുമെന്റേഷൻ ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുകയാണ് ഈ നിയമം വരുമ്പോൾ. ഇത് വന്നു കഴിഞ്ഞാലാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോഴത്തേക്കും ഇന്ത്യക്കുള്ളിലുള്ള എംപ്ലോയ്മെന്റ്, യഥാർത്ഥത്തിലുള്ള ജോബ് ലോസ്, എത്ര പേർക്ക് ജോലി കിട്ടുന്നുണ്ട്, എത്ര പേർക്ക് ജോലി ഇല്ല, ഇതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഡേറ്റയ്ക്കുള്ളിൽ വരും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു വർഷം എത്ര ന്യൂ ജോബ് ക്രിയേറ്റ് ആകുന്നുണ്ട്, എത്ര പേർക്ക് ജോലി നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പെർ ക്യാപിറ്റ GDP ഇല്ലേ, അതൊക്കെ കുറച്ചുകൂടെ ഇംപ്രൂവ് ആവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനത്തെ ഡോക്യുമെന്റേഷൻ, എംപ്ലോയ്മെന്റ് ഡോക്യുമെന്റേഷൻ വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഇപ്പൊ 50% ബേസിക് സാലറി മസ്റ്റ് ആയിട്ട് രേഖപ്പെടുത്തണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പിടുത്തങ്ങളെല്ലാം തന്നെ ബേസിക് സാലറിയെ ബേസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അതായത് PF, പെൻഷൻ ഫണ്ട് ഇതെല്ലാം തന്നെ നിങ്ങളുടെ 50% ബേസിക് സാലറിയിൽ നിന്നായിരിക്കും ഡിഡക്ട് ആകുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് 15,000 വെച്ചിരുന്നതിലാണ് പൊയ്ക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 25,000, ഒരു 50,000 സാലറി വാങ്ങിക്കുന്ന ഒരാളുടെ കണക്കിലാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ അത് ഇതിന് മുമ്പ് 15,000 ആണ് നിങ്ങളുടെ ബേസിക് സാലറി എങ്കിൽ അതിൽ നിന്നായിരുന്നു ഈ കട്ട് ഓഫ് ഒക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. ഇനി 25,000 നിന്നായിരിക്കും ആ കട്ട് ഓഫ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വിഹിതം കൂടുതലായിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ 50,000 മേടിച്ചുകൊണ്ടിരുന്ന ആൾ ഒരു 48,500, ഒരു 48,200 ഒക്കെയാണ് സാലറി വാങ്ങിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ ഇനി ഒരു 1,500 രൂപ കൂടെ അധികം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് 50,000 സാലറി മേടിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒരു 47,000 നിങ്ങൾക്ക് കയ്യിൽ കിട്ടും, ടേക്ക് ഹോം. അത് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ബാക്കിയുള്ള 3,000 രൂപ PF-ലും അതേപോലെ പെൻഷൻ ഫണ്ടിലൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഇത് സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ലോങ് ടേം, ഭാവിയിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു ഫണ്ട് തന്നെയാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല. പക്ഷേ ഇതേ സമയം ഗവൺമെന്റിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പദ്ധതിയുണ്ട്. അതായത് ഗവൺമെന്റ് ഫണ്ട് സമാഹരിക്കുകയാണ്. കാരണം ഗവൺമെന്റ് ഇപ്പോൾ ഈ ഒരു GDP ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഗവൺമെന്റ് 2 റിഫോർമേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒന്ന് ടാക്സിൽ വേരിയേഷൻസ് വരുത്തിയത്, ടാക്സ് സ്ലാബിൽ. രണ്ടാമത് GSTയിൽ സ്ലാബ് കട്ട് കൊണ്ടുവന്നത്. ഇതിന് ഗവൺമെന്റിന് നല്ല രീതിയിലുള്ള വരുമാനക്കുറവുണ്ട്, റവന്യൂ കമ്മിയുണ്ട്. അപ്പോൾ ഇത് ഇത്രയും നാളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നു. നിങ്ങൾ ഒരു 50,000 രൂപ എല്ലാ മാസവും നിങ്ങൾ സാലറി വരുമാനം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു 20,000 രൂപ അതിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. അതേപോലത്തെ ഒരു സംഭവമാണ് സെൻട്രൽ ഗവൺമെന്റ് സംഭവിച്ചിരിക്കുന്നത്. കാരണം സെൻട്രൽ ഗവൺമെന്റ് ആ പൈസ ജനങ്ങളുടെ കയ്യിൽ കൊടുത്തിട്ട് GDP ത്രൂ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു 8.2 എന്ന് പറഞ്ഞ ആ ഒരു ഡൊമസ്റ്റിക് റവന്യൂ റെവല്യൂഷൻ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ആഗോളതലത്തിൽ ഇന്ത്യയുടെ എക്കണോമിക് GDP 8.2 ആയിട്ട് രേഖപ്പെടുത്തി മുന്നോട്ട് ഇന്ന് നമ്മൾ കത്തിജൊലിച്ച് നിൽക്കുന്നത്. അപ്പോൾ അതിന് ഗവൺമെന്റിന് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നത് ഗവൺമെന്റിന്റെ ഫണ്ടാണ്. അപ്പോൾ ആ ഫണ്ട് പലതരത്തിലും സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട്. അത് ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ഏതൊക്കെ രീതിയിൽ സമാഹരിക്കാൻ പറ്റും എന്നുള്ള ഐഡിയയിലാണ് ഇങ്ങനത്തെ ചില റിഫോർമേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ പല റിഫോർമേഷൻസ് കൊണ്ടുവരുമ്പോഴത്തേക്കും അതിനകത്ത് ഗവൺമെന്റിന് ഒരു ഫൈനാൻഷ്യൽ ടച്ച് ഉണ്ടാവും. ആ ടച്ചിന്റെ ഭാഗമാണ് ഈ രീതിയിലുള്ള ഒരു നിയമ പരിഷ്കരണം, ഈ രീതിയിലുള്ള നിയമ ഭേദഗതി. അപ്പം ഇതിനകത്ത് പല ന്യൂവാൻസസ് ഉണ്ട്. അതിൽ ഒരേ ഒരു പോയിന്റ് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്ത് പറഞ്ഞത്. അതാണ് ഈ ഒരു സാലറിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന റിഫോർമേഷൻ. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ശമ്പളം കുറയുന്നില്ല. ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് സേഫ് ഗാർഡ് ചെയ്യുന്നത് പോലെയാണ് ഗവൺമെന്റ് ആ ഒരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇത് ഒരു കോമൺ പബ്ലിക് ഇൻട്രസ്റ്റഡ് സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഇതേപോലെ ഫോർമൽ ഇൻഫോർമൽ എംപ്ലോയീസ് ഒക്കെ ഉണ്ടാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങൾ ജോലി സ്ഥലത്ത് എൻകൗണ്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് നേരിട്ടുള്ള അനുഭവമുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.